ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങളും പെട്ടി പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. അതെ, ഇത് ഞങ്ങളുടെ ഗേൾസ് ട്രിപ്പാണ്. ഒരേ വൈബുള്ള 3 ഗേൾസ് തമ്മിൽ ഒരു ഗേൾസ് ട്രിപ്പ് പോയാൽ എങ്ങനെയിരിക്കും, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പം. അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യം പിന്നബർഗ് ബാൻഹോഫിലെത്തി. അവിടെ നിന്ന് നോറയും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ചാണ് എയർപോർട്ടിൽ പോകുന്നത്. ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ഒറ്റ ബസ്സേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. ചേച്ചി എവിടേക്ക് പോകണേ? നമ്മളിന്ന് വല്ല ഗസ് ഉണ്ടോ? എന്നാലും ഒരു ഗസ്. എവിടെ പോലും കുഴപ്പമില്ല, ഓക്കെയാണ്. എന്നാലും ഗസ് ഞാൻ പറയാം നോർവേ അല്ലെങ്കിൽ ഡെൻമാർക്ക്. സ്വീഡൻ. ഓക്കെ, ലെറ്റ്സ് സീ. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് സത്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അതായത് എനിക്കും നോറയ്ക്കും വ്യക്തമായിട്ട് അറിയാം എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നുള്ളത്. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷേ മൂന്നാമത്തെ ആൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ് ബുക്കെല്ലാം ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ താല്പര്യമില്ല. നിങ്ങളുണ്ടെങ്കിൽ ഞാൻ സെറ്റാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ബാർകോഡെല്ലാം സ്കാൻ ചെയ്ത് ഇതേ ലഗേജ് കയറ്റി വിടുകയാണ്. ഇവിടെ എല്ലാം നമ്മൾ സെൽഫായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലഗേജ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെക്കിൻ ബാഗ് പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫ്രീ ആയല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും ലഗേജ് എല്ലാം കയറ്റി വിട്ടു. അതിനുശേഷം നമ്മൾ നേരെ ബോർഡിങ്ങിൻ്റെ അവിടേക്കാണ് കേട്ടോ പോണത്. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ ബോർഡിങ്ങിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മൾ ഈ സർപ്രൈസ് റിവീൽ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. ഞാൻ വിചാരിച്ചെന്തറിയോ, അച്ഛൻ ഏതെങ്കിലും വേറെന്തെങ്കിലും ഉള്ളാപ്പ് സ്ഥലത്തിൽ, കാരണം എല്ലാ രാജ്യത്തും നമ്മൾ ഓൾറെഡി ഏകദേശം പോയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഉള്ളാപ്പിന് എനിക്ക് ഇത്ര സർപ്രൈസ് വന്നതിന്. അപ്പോൾ സർപ്രൈസ് റിവീലിംഗ് മൊമെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ കണ്ടത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒട്ടും ക്രൊയേഷ്യ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പോൾ അതെ, ഞങ്ങൾ പോകുന്നത് ക്രൊയേഷ്യയിലേക്കാണ്. ഒരുപാട് ബീച്ചസ് ഉള്ള ഒരു കൺട്രിയാണ് ക്രൊയേഷ്യ. അപ്പോൾ ഞങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ ഒന്നും ഞങ്ങൾ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ നന്നായി വിശന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയത് എന്നുള്ള ലെവലിൽ ഞങ്ങളൊരു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ച് കഴിച്ചു. അതാ ലാൻഡിങ്ങിന് ടൈമായി തുടങ്ങി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ക്രൊയേഷ്യ ഇങ്ങനെയാണോ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ബ്യൂട്ടിഫുൾ എന്ന് തന്നെയാണ് പറയാം കേട്ടോ. അത്രയും ഭംഗിയായിരുന്നു മുകളിൽ നിന്ന് തന്നെയുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് ലാൻഡ് ചെയ്താൽ മതി എന്നായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഗേജ് എടുക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.